ലഭിക്കുന്നു. ഈ നിമിഷത്തിൽ ഇപ്പോൾ 8:33 കേട്ടോ. വേഗത്തിൽ സമയം കടന്ന് പോവാണ്. 8:30 8:20 ആകുമ്പോൾ EVM എണ്ണി തുടങ്ങാൻ സാധാരണ. പക്ഷേ ആകെ വന്നിരിക്കുന്ന കോട്ടയത്ത് നിന്ന് ഷിനോജ് റിപ്പോർട്ട് ചെയ്യുന്ന കോട്ടയത്ത് EVM മെഷീനിലേക്ക് വോട്ടെണ്ണൽ തുടങ്ങിയ അഭിലാഷേ, മറ്റൊക്കെ അതിലേക്ക് എത്തുന്നു വിചാരിക്കാം. ഇതൊക്കെ കേവലമായ വളരെ ചെറിയ നമ്പറാണ്. നമ്പറിന്റെ കളിയാണ്. ഇപ്പോൾ UDF 70, LDF 63, NDA 4 എന്നൊക്കെ പറയുന്നത് പോസ്റ്റ്ലോട്ടിന്റെ മാത്രം കണക്കാണ്. ഇത് ട്രെൻഡേ അല്ല. ഇത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ഒരു ചിത്രം നൽകുന്നു എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. അവിടേക്ക് എത്തിയിട്ടുള്ളതാ. EVM എണ്ണി തുടങ്ങാൻ പോകുകയാണ്. തൃക്കാക്കരയിൽ UDF ലീഡ് ചെയ്യുന്നു. 100 വോട്ടാണ് പോസ്റ്റ്ലോട്ടിന്റെ ലീഡ്. അങ്ങനെ പോസ്റ്റ്ലോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 8:33 അല്പസമയത്തിനകം ആദ്യ ഫലസൂചന ട്രെൻഡ് അതിന്റെ സൂചന വരും. കോട്ടയത്ത് മാത്രമല്ല കൊല്ലത്തും EVM മെഷീനുകൾ എണ്ണി തുടങ്ങുകയാണ്. തപാൽ വോട്ടുകൾ കഴിഞ്ഞ് EVM-ലേക്ക് കൊല്ലം, കോട്ടയം ഈ 2 ജില്ലകളാണ് ഇപ്പോൾ നിലവിൽ കടന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ പിക്ചർ LDF ഒരു സീറ്റ് കൂടി, അതായത് 70-65-4. ഇതാണ് ഇപ്പോഴത്തെ പിക്ചർ. അബിൻ വർക്കി ചിരിച്ചു നിൽക്കുന്ന അബിൻ വർക്കിയെ കാണാം. ആറന്മുളയിൽ വീണ ജോർജിനെ തപാൽ വോട്ടുകളിൽ പിന്നിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതാകുമോ ഫൈനൽ പിക്ചർ നമുക്കറിയില്ല, കാത്തിരിക്കാം. കോഴിക്കോട് നോർത്തിൽ LDF ലീഡ് എടുക്കുന്നു. പോസ്റ്റൽ ബാലറ്റിൽ 61 വോട്ടിന് കോഴിക്കോട് നോർത്തിൽ LDF ലീഡ് ചെയ്യുന്നു. നെയ്യാറ്റിൻകരയിൽ UDF 50 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. നെയ്യാറ്റിൻകര, അരുവിക്കര തുടങ്ങിയ മണ്ഡലങ്ങൾ, കാട്ടാക്കട മണ്ഡലങ്ങൾ UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ്. നെയ്യാറ്റിൻകരയിലെ ആദ്യത്തെ ലീഡ് UDF-ന്. ഇപ്പോൾ സിറ്റിംഗ് MLA-മാരിൽ വലിയ പ്രതീക്ഷയാണ് LDF-ന്. KJ മാക്സി ലീഡ് ചെയ്യുന്നുണ്ട് 140 വോട്ടുകൾക്ക്. അപ്പോൾ പി രാജീവ് ലീഡ് ഉയർത്തുന്നു. കളമശ്ശേരിയിൽ 51 വോട്ടായി പി രാജീവ് പോസ്റ്റൽ ബാലറ്റിലെ ലീഡ് ഉയർത്തുന്നു. അങ്ങനെ ഒരു 70 കഴിഞ്ഞ് 71-ലേക്ക് UDF എത്തുകയാണ്. LDF 65-ലേക്കും എത്തുകയാണ്. അപ്പൊ 140-ൽ 140, 71, 65, NDA 4. 4 ഇപ്പോൾ താമര BJP NDA സഖ്യം ഇപ്പോൾ ലീഡ് ഉയർത്തുന്നത്.